ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാക്കണേ. സ്വർഗീയ പിതാവേ നിൻ തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാക്കണേ. നിൻ ഹിതം ചെയ്തോ നാം നിൻ സൂതനെ പോലെ. ഇന്നു ഞാൻ വരുന്നേ നിൻ ഹിതം ചെയ്യുവാൻ. ഇന്നു ഞാൻ വരുന്നേ നിൻ ഹിതം ചെയ്യുവാൻ. വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിനു വേണ്ടി വിശ്വാസി എല്ലാ ആത്മീക പ്രവർത്തനങ്ങളിലും ഏർപ്പെടുന്നുണ്ട്. എന്നാൽ ആവിധ പ്രവർത്തനങ്ങളിൽ കൂടി ദൈവം പ്രസാദിക്കുന്നുണ്ടോ? ഗിരിപ്രഭാഷണ മധ്യേ കർത്താവ് പറഞ്ഞത്, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. മത്തായി 7:21. ദൈവം പ്രസാദിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യണം. എന്താണ് ദൈവം ഇഷ്ടപ്പെടുന്നത്? ലൂക്കോസ് 6:35 കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുവീൻ, അവർക്ക് നന്മ ചെയ്യുവീൻ, ഒന്നും പകരം ഇച്ഛിക്കാതെ കടം കൊടുക്കുവീൻ, എന്നാൽ നിങ്ങളുടെ പ്രതിഫലം വളരെയാകും, നിങ്ങൾ അത്യുന്നതിൻ്റെ മക്കൾ ആകും. ദൈവമക്കളാകുന്നതിനും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിനും ശത്രുക്കളെ സ്നേഹിക്കുകയും എല്ലാവർക്കും നന്മ ചെയ്യുകയും വേണം. മത്തായി 9:13, 12, 7 വാക്യങ്ങളിൽ യാഗത്തിലല്ല കരുണയിലത്തെ കർത്താവ് പ്രസാദിക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നു. അതായത് ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ ആത്മീയ പ്രവർത്തനങ്ങളിൽ മാത്രം ഏർപ്പെട്ടാൽ പോരാ, കരുതലും കരുണയും ഉള്ളവരായി തീരുകയും ചെയ്യണം. നീതിയും കരുണയും വറ്റിപ്പോയിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. ഒരിക്കലൊരു മെഡിക്കൽ വിദ്യാർത്ഥി തൻ്റെ പഠന ആവശ്യത്തിനായി പുസ്തകം വിറ്റ് നടക്കുകയായിരുന്നു. ഒരു ചൂടുള്ള ദിവസം ഒരു കർഷക കുടുംബത്തിൻ്റെ പടിക്കൽ വന്ന് അവിടെ കണ്ട പെൺകുട്ടിയോട് ഒരു പുസ്തകം വാങ്ങുവാൻ ആവശ്യപ്പെട്ടു. പെൺകുട്ടി പറഞ്ഞു, എൻ്റെ അമ്മ വിധവയാണ്, ഞങ്ങൾക്ക് പണമില്ല. തുടർന്ന് ഒരു ഗ്ലാസ് വെള്ളം വേണം എന്ന് മെഡിക്കൽ വിദ്യാർത്ഥി പറഞ്ഞു. ആ പെൺകുട്ടി ഇപ്രകാരം പറഞ്ഞു, ഞങ്ങൾ തണുത്ത പാൽ സൂക്ഷിച്ചിട്ടുണ്ട്, അതിൽ ഒരു ഗ്ലാസ് കൊണ്ടുവരട്ടെ. അവൾ കൊണ്ടുവന്ന പാൽ വാങ്ങിക്കുടിച്ച് അവൾക്ക് നന്ദി പറഞ്ഞ് അല്പം പണം കൊടുക്കുവാൻ അവൻ ശ്രമിച്ചു. എങ്കിലും ആ പെൺകുട്ടി അത് വാങ്ങിയില്ല. അതിഥികളോട് ഔദാര്യം കാണിക്കണമെന്ന് അമ്മ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് അവൾ പറഞ്ഞു. വർഷങ്ങൾ പലത് കഴിഞ്ഞു. ഒരു ദിവസം ഒരു സ്ത്രീയെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. ആ ഹോസ്പിറ്റലിലെ പ്രധാന ഡോക്ടർ ആ സ്ത്രീയെ തിരിച്ചറിഞ്ഞു. പണ്ടൊരിക്കൽ ഒരു ഗ്ലാസ് പാൽ തനിക്ക് തന്ന സംഭവം അദ്ദേഹം ഓർത്തെടുത്തു. ഹോസ്പിറ്റലിൽ അവർക്ക് പ്രത്യേക മുറി നൽകി ശുശ്രൂഷകൾ ചെയ്യുവാനായി പ്രത്യേകമായി നഴ്സുമാരെ നിയമിച്ചു. ആഴ്ചകൾ കഴിഞ്ഞു. ഒരു ദിവസം ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്ക് നാളെ വീട്ടിൽ പോകാം. സ്ത്രീ പറഞ്ഞു, സന്തോഷം, എന്നാൽ ഹോസ്പിറ്റൽ ബിൽ എന്നെ ഭയപ്പെടുത്തുന്നു. നഴ്സ് പോയി ബില്ല് കൊണ്ടുവന്നു. ബില്ലിലെ വൻ തുക കണ്ട് അവൾ വിങ്ങിക്കരഞ്ഞു. ചില നിമിഷങ്ങൾ കടന്നുപോയി. വീണ്ടും ബില്ല് പരിശോധിച്ച അവർ താഴെ ഒരു കുറിപ്പ് കൂടി കണ്ടു. അന്നത്തെ ഒരു ഗ്ലാസ് പാൽ ഈ തുക എല്ലാം കൊടുത്തു തീർത്തിരിക്കുന്നു. ഇങ്ങനെയാണ് ഡോക്ടർ ഹവാർഡ് എ കെല്ലി വർഷങ്ങൾക്ക് മുൻപ് തനിക്ക് പാൽ തന്ന പെൺകുട്ടിയോട് ദയ കാണിച്ചത്. നമ്മുടെ ചുറ്റും വേദനിക്കുന്ന, ഭാരപ്പെടുന്ന, അവശത അനുഭവിക്കുന്ന അനേകർ ഉണ്ട്. അവർക്ക് ചെയ്യുന്ന ഓരോ നന്മ പ്രവൃത്തിയും കർത്താവിനാണ് ചെയ്യുന്നത്. മത്തായി 25:40. മദർ തെരേസയുടെ വാക്കുകൾ ശ്രദ്ധയിൽ കൊണ്ടുവരട്ടെ. ഹെൽപ്പിംഗ് ഹാൻഡ് ഈസ് ബെറ്റർ ദാൻ പ്രേയിങ് ഹാൻഡ്സ്.
കരുണയുടെ കരങ്ങൾ നീട്ടേണ്ടുന്നവരാണ് വിശ്വാസികൾ. കർത്താവിൻ്റെ കരുണയ്ക്കായി നാം പ്രാർത്ഥിക്കും. എന്നാൽ സമസൃഷ്ടങ്ങളോട് നാം കരുണ കാണിക്കുന്നുണ്ടോ? നന്മ ചെയ്യുകയിൽ നാം മടുത്തു പോകരുത്. തളർന്നു പോകാതിരുന്നാൽ തക്ക സമയത്ത് നാം കൊയ്യും. ആകയാൽ അവസരം കിട്ടും പോലെ നാം എല്ലാവർക്കും, വിശേഷാൽ സഹവിശ്വാസികൾക്ക് നന്മ ചെയ്യുക. ഗലാത്യലേഖനം 6-ാം അധ്യായം 9-10 വാക്യങ്ങൾ. 2 വാക്യങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരട്ടെ. 1 എബ്രായർ 13:16. നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത്, ഈ വകയാകത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. 2 യാക്കോബ് 2:13. കരുണ കാണിക്കാത്തവന് കരുണയില്ലാത്ത ന്യായവിധി ഉണ്ടാകും, കരുണ ന്യായവിധിയെ ജയിച്ച് പ്രശംസിക്കുന്നു. ധനവാന്റെയും ലാസറിൻ്റെയും ഉപമയിൽ ധനവാന് ദൈവരാജ്യം ലഭിക്കാതെ പോയതിൻ്റെ കാരണം തനിക്കുള്ളത് പടിവാതിക്കൽ കിടന്ന ലാസറിൻ്റെ വിശപ്പടക്കുവാൻ നൽകിയില്ല എന്നതാണ്. ലൂക്കോസ് 16:19-21 വരെ. നല്ല ശമര്യക്കാരൻ്റെ ഉപമ പഠിപ്പിക്കുന്നത് ഓരോ വിശ്വാസിയും നല്ല ശമര്യക്കാരൻ ആകണം എന്നാണ്. ദൈവത്തിൽ വിശ്വസിക്കണം. അതോടൊപ്പം ആവശ്യത്തിലും അവശതയിലുമായിരിക്കുന്നവരെ സഹായിക്കുന്ന യാഗം അർപ്പിച്ച് നന്മ ചെയ്യണം. അപ്പോൾ കേൾക്കുന്ന ഇമ്പശബ്ദം, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവീൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവേൻ. കർത്താവേ, സഹവിശ്വാസികൾക്കും വേദന അനുഭവിക്കുന്നവർക്കും നന്മ ചെയ്ത് ഒടുക്കം അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവീൻ എന്ന ഇമ്പസ്വരം കേൾപ്പാൻ സഹായിക്കണമേ. ആമേൻ. നന്മയും പൂർണ്ണ പ്രസാദവുമുള്ള നിൻഹിതമെന്തെന്നോ ഞാൻ അറിയുവാ. നന്മയും പൂർണ്ണ പ്രസാദവുമുള്ള നിൻഹിതമെന്തെന്നോ ഞാൻ അറിയുവാ. എൻ മനം പുതുക്കി മാറിടുന്നു നിത്യം, നിന്യമാണെനിക്കീ ലോകലാവണ്യം, നിന്യമാണെനിക്കീ ലോകലാവണ്യം. എൻ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു മോദമായി. നിന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, നിന്റെ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. നിന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, നിന്റെ